നമസ്കാരം. ഞാനിന്ന് കാണിക്കുന്നത് ഇന്നെന്ന് പറയുമ്പോൾ 26 നവംബർ നിഫ്റ്റിയുടെ പെർഫോമൻസ് ആണ്. ഇത് സ്കാൽപ്പിങ്ങിൻ്റെ പെർഫോമൻസ് ആണ്. ഇപ്പോൾ നമുക്ക് ഇതുവരെ 3 എൻട്രീസ് ആണ് നിഫ്റ്റിയിൽ നമുക്ക് സ്കാൽപ്പിങ്ങിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ നമുക്ക് 2 എൻട്രിയാണ്, അതായത് കോൾ സൈഡ് നമുക്ക് 2 എൻട്രി വന്നിട്ടുണ്ട്, പുട്ട് സൈഡ് നമുക്കൊരു എൻട്രി വന്നു. പക്ഷേ ഇത് കൺഫർമേഷൻ സോഫ്റ്റ് തന്നിട്ടില്ല, സൈഡ് വഴി ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് വന്നിരിക്കുന്ന ട്രേഡ് ഉണ്ട് ഗ്രീൻ കളറിൽ അപ്പാരോ, അത് നമുക്ക് ട്രേഡ് ബൈ, അതായത് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ തരുന്നത്. അതിൻ്റെ റേറ്റ് സിഗ്നൽ വരുമ്പോൾ തന്നെ അലർട്ട് മെസ്സേജ് വഴി നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് സൗണ്ടും കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് മുകളിലത്തെ ഡാഷ്ബോർഡിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഇപ്പം നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അവിടെ ബൈ തന്നിരിക്കുന്നത് എത്ര, 26,091. അതായത് ബൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, കോൾ സൈഡ് നമുക്ക് എൻട്രി വന്നു കഴിഞ്ഞു. അതുപോലെ അവിടെ റേറ്റ് കാണിച്ചിരിക്കുന്നുണ്ട് 26,091. അപ്പോൾ നമ്മൾ ആ ലെവൽ അനുസരിച്ചുള്ള സ്ട്രൈക്ക് എടുക്കുക. പിന്നെ സ്ട്രൈക്ക് അതായത് ഇന്ന ഓപ്ഷൻ എടുക്കണം എന്നുള്ള സോഫ്റ്റ് പറയത്തില്ല, കാരണം നമ്മുടെ ഓരോരുത്തരും ക്യാപ്പിൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ക്യാപ്പിൽ അനുസരിച്ചുള്ള സ്ട്രൈക്ക് നമുക്ക് ചൂസ് ചെയ്യാം. അതായത് ഇൻ ദ മണിയോ അറ്റ് ദ മണിയോ ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് സോഫ്റ്റിനകത്ത് ഓപ്ഷനിൽ സെപ്പറേറ്റ് ചാർട്ടും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ചാർട്ടും കൂടെ ഇതിനകത്ത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ അതിൻ്റെ എൻട്രി, അതായത് ഓപ്ഷൻ്റെ ചാർട്ടിൽ തന്നെ നമുക്ക് എൻട്രി എക്സിറ്റ് ലെവൽസൊക്കെ കാണിച്ചിട്ട്, അതായത് എൻട്രി ലെവൽ അതിൻ്റെ ടാർഗറ്റും എല്ലാം നമുക്ക് ഇതുപോലെ താഴത്ത് ഇതിപ്പോൾ ഞാൻ നിഫ്റ്റിയുടെ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ എൻട്രി പോയിന്റ് മേളിൽ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ എക്സിറ്റ് ലെവൽ താഴെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ 26,901 എന്ന് പറയുമ്പോൾ 26,091 എന്ന് പറയുമ്പോഴത്തേക്കും അതനുസരിച്ച് നമുക്കൊരു അറ്റ് ദ മണി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 26,100 എടുക്കാം. ഇൻ ദ മണി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 26,000 അല്ലെങ്കിൽ അതിൻ്റെ താഴെ 25,900 ഒക്കെ എടുക്കാം. ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ അതിൻ്റെ മേലുള്ള പ്രൈസ് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻ്റെ ചാർട്ടിനകത്ത് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻട്രി എക്സിറ്റ് ഒക്കെ അതേ ചാർട്ടിൽ തന്നെ കാണിക്കും. അപ്പോൾ നമ്മളിത് കൺഫേം ആണോ നോക്കിയ ശേഷം എടുത്താൽ മതി. കൺഫർമേഷൻ ഇത്രയേ ഉള്ളൂ. ബൈ വന്നു, താഴത്തെ ബാർ നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. അത് ഇതുപോലെ ഗ്രീൻ കളറും പ്രൈസ് ബൈ സോൺ ആണെങ്കിൽ നമുക്ക് ആ ട്രേഡ് എടുക്കാൻ നടത്തും. അപ്പോൾ നമുക്ക് രാവിലെ നല്ലൊരു ബൈ ട്രെൻഡ് ഉണ്ടായിരുന്നു. രാവിലെ നല്ല രീതിയിൽ, അതായത് നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലത്തെ ആ ഒരു ട്രേഡിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് മാറായിരുന്നു. പിന്നെ കണ്ടിന്യൂസ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മോർണിംഗിൽ തന്നെ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ ഒറ്റ ട്രേഡ് മതി. അത് ശേഷം മാർക്കറ്റിൽ നിന്ന് റിവേഴ്സ് ചെയ്ത് കണ്ടത്. ഇവിടെ നമുക്ക് സൈഡ് വഴി ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. അതിന് ശേഷം 10:45 അറൗണ്ടാണ് പിന്നെ ആ ബൈ വന്ന്. ഇപ്പോഴും ആ ബൈ കണ്ടിന്യൂ ആണ്. റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരു കോൾ സൈഡിൽ തന്നെയാണ് മാർക്കറ്റ് കയറാൻ ചാൻസ്. അപ്പം കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.